ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷതീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. വിഷുഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 2026 ഏപ്രിൽ മാസം 14 തീയതി സൂര്യൻ ഉദിച്ച് 8 നാഴിക 8 വിനാഴിക പിന്നിടുമ്പോഴാണ് ഈ വർഷം വിഷു സംഗമം നടക്കുന്നത്. മീനൻ രാശിയിൽ നിന്നും സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വിഷു സംക്രമം. ഈ വർഷത്തെ വിഷു സംക്രമം ഉദയത്തിന് ശേഷമാകയാൽ വിഷു ആഘോഷങ്ങൾ 15-ാം തീയതിയാണ്. പഞ്ചാംഗ ഗണിതപ്രകാരം 27 നക്ഷത്രങ്ങളെ 2 വിഭാഗമായി തിരിച്ച് അവയുടെ ഗുണദോഷങ്ങൾ പ്രവചിക്കുന്നു. 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രങ്ങൾ ശൂലം വിഭാഗത്തിലും 18 നക്ഷത്രങ്ങൾ ഷഡ്കം വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശൂലം വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളും ഷഡ്കം വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് ഗുണഫലങ്ങളുമാണ് പറയപ്പെടുന്നത്. ജ്യോതിഷപരമായി ഓരോ നക്ഷത്രക്കാർക്കും വിവിധ തരത്തിലുള്ള ഫലങ്ങൾ പ്രവചിക്കുന്നുണ്ട്. വിഷുഫലം, ചാരഫലം, വർഷഫലം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഫലങ്ങൾ നാം ഓരോ നക്ഷത്രക്കാർക്കും പറയാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് വിഷുഫലം. ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ എന്ന് നമുക്കറിയാം. സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്ന ദിനം മുതലാണ് വിഷു വർഷം ആരംഭിക്കുന്നത്. മേടമാസം 1-ാം തീയതി മുതൽ മീനമാസം 30-ാം തീയതി വരെയുള്ള ഒരു വർഷക്കാലമാണ് വിഷുക്കാലം. ഒരു വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷം. ഈ വിഷു വർഷത്തിലെ ഗുണഫലങ്ങൾക്കും ദോഷഫലങ്ങൾക്കും ജ്യോതിഷത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. ഇടവം രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷു വർഷക്കാലം എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഇതിൽ കാർത്തികയും രോഹിണിയും ആദിഷക്കം എന്ന വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണഫലങ്ങളാണ് അനുഭവപ്പെടുക. എന്നാൽ മകീരം നക്ഷത്രം മധ്യശൂലം എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വിഷുക്കാലത്തില് ദോഷഫലങ്ങളുടെ ആധിക്യമായിരിക്കും പൊതുവെ അനുഭവപ്പെടുക. എങ്കിലും ചാരഫലത്തിന്റെ സ്വാധീനവും ഈ ഒരു വർഷക്കാലം ഈ നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഷുഫലങ്ങൾ പരിഗണിക്കുമ്പോൾ തന്നെ ചാരഫലം പോലെയുള്ള മറ്റ് ഫലങ്ങളുടെയും ഗുണങ്ങളും ദോഷങ്ങളും ചിന്തിക്കുന്നത് ഉത്തമമായിരിക്കും. ഈ രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി നക്ഷത്രക്കാർക്ക് അഭീഷ്ട സിദ്ധി ഉണ്ടാകുമെന്നാണ് വിഷുഫലത്തിൽ പറയുന്നത്. തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഈ വർഷക്കാലം അവർക്ക് സാധിക്കും. പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ഓരോരുത്തരും വെച്ച് പുലർത്തുന്നത്. വീട് വാങ്ങുവാനോ, വീട് പണിയുവാനോ, വസ്തു വാങ്ങുവാനോ, വാഹനം വാങ്ങുവാനോ ഒക്കെ ആഗ്രഹങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ വിവിധങ്ങളായ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കുവാൻ ഈ വിഷു വർഷക്കാലത്തിൽ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. വളരെക്കാലമായി വിവാഹം നടക്കാതിരിക്കുന്ന ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വിവാഹം നടക്കുന്നതിന് അനുകൂലമായ സമയമാണ്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി ജോലി അന്വേഷിക്കുന്നവർക്കും മെച്ചപ്പെട്ട ഒരു ജോലി കരസ്ഥമാക്കുവാൻ ഈ വിഷു വർഷക്കാലം സഹായിക്കും. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദോഷഫലങ്ങൾ കൂടുതൽ അനുഭവപ്പെടും എന്നാണ് പഞ്ചാംഗ ഗണിതപ്രകാരം ഫലം പറയുന്നത്. സ്വജനങ്ങളുടെ വിരോധം ഇവർക്ക് അനുഭവപ്പെടും. അതുപോലെ പല കാര്യങ്ങളിലും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ബന്ധുക്കളെ കൊണ്ട് ദോഷ അനുഭവങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ബന്ധുനാശവും അനുഭവപ്പെട്ടേക്കാം. തങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിക്കപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ ഈ കൂറുകാർക്ക് ചാരഫലം അനുസരിച്ച് വ്യാഴത്തിന്റെ സ്ഥിതി വളരെ അനുകൂലമാണ്. വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വ്യാഴം 2-ാം ഭാവത്തിലാണ് ഇവർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി സാമ്പത്തികമായ വലിയ കുതിച്ചുചാട്ടത്തിന് ഇവർക്ക് അവസരം നൽകുന്നതാണ്. വിവിധ രീതിയിൽ സാമ്പത്തികമായ ലാഭം ഇവർക്ക് വന്നു ചേരും. കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും ഒക്കെ തങ്ങളുടെ തൊഴിലിൽ നിന്നും വലിയ വരുമാനം ലഭിക്കുന്നതാണ്. കുടുംബ സ്വത്തുക്കൾ ലഭിക്കാനുള്ളവർക്ക് ആ സ്വത്ത് ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ്
വരുന്ന ഒരു വർഷക്കാലം. വാക് സാമർഥ്യം പ്രകടിപ്പിച്ച് മറ്റുള്ളവരുടെ പ്രീതി നേടുവാനും ഇവരെ കൊണ്ട് സാധിക്കും. വ്യവസായികൾക്കും വ്യാപാരികൾക്കും അനുകൂലമായ സമയമാണ് ഈ വിഷു വർഷക്കാലം. പാർട്ണർഷിപ്പ് വ്യവസായം നടത്തുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ ലാഭം ഉണ്ടാകുന്നതാണ്. ഓഹരി കമ്പോളത്തിലും മറ്റും നിക്ഷേപിക്കുന്നവർക്ക് നിക്ഷേപത്തിന്റെ 10 മടങ്ങ് ലാഭമായിട്ട് ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും ഈ വിഷു വർഷം ഇവർക്ക് ഇല്ലാതാവും. ശത്രു പക്ഷത്തു നിന്ന് പ്രവർത്തിച്ചവരൊക്കെ അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ഈ നക്ഷത്രക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യും. ദാമ്പത്യ സുഖവും ഇവർക്ക് കൂടുതലായി അനുഭവപ്പെടും. ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുടെ പേരിൽ ദാമ്പത്യ പ്രശ്നം അനുഭവപ്പെടുന്നവർക്ക് അതെല്ലാം പരിഹരിക്കപ്പെടും. യുവാക്കളെ സംബന്ധിച്ച് വിവാഹം നടക്കുവാൻ അനുകൂലമായ ഒരു വർഷമാണ് ഈ വിഷു വർഷം. ജൂൺ മാസം 2-ന് ശേഷം 3-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമെങ്കിലും വ്യാഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് വ്യാഴം മാറുന്നത് എന്നതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ദോഷഫലങ്ങളൊന്നും തന്നെ അനുഭവപ്പെടുന്നതല്ല. സഹോദരന്മാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും എന്നത്തേക്കാൾ ഉപരി സഹായങ്ങൾ ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. സൽകീർത്തിയും ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായി അനുഭവപ്പെടും. ഇവരെ സംബന്ധിച്ച് ശനീശ്വരനും അനുഗ്രഹ ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ധനധാന്യ സമൃദ്ധി ഈ കൂറുകാർക്ക് നൽകുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നെല്ലാം വളരെ വേഗത്തിൽ മോചനം ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഇവർക്ക് അനുഭവപ്പെടും. വലിയ പ്രതാപിയായി കഴിയുവാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. ലൗകിക സുഖങ്ങൾ ഈ വിഷു വർഷത്തിൽ കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടും. ഗുരുവിന്റെയും ശനിയുടെയും ഇഷ്ടഭാവസ്ഥിതി മൂലം ഈ രാശിയിൽ ഉൾപ്പെടുന്ന എല്ലാ നക്ഷത്രക്കാർക്കും കൂടുതൽ ഭാഗ്യാനുഭവങ്ങളാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഈ വിഷു വർഷത്തില് ദോഷഫലങ്ങളെ അപേക്ഷിച്ച് ഗുണഫലങ്ങളായിരിക്കും കൂടുതലായി അനുഭവപ്പെടുക. ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ നടത്തുന്നത് ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കുവാൻ ഈ രാശിക്കാരെ സഹായിക്കും. ഈ ഫലങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ ലഭിക്കുന്നതിന് തങ്ങളുടെ ജീവിതത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ നടത്തുവാൻ ഈ വീഡിയോ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഭാഗ്യാനുഭവങ്ങളുടെ പെരുമഴ ഈ വിഷു വർഷത്തിൽ അനുഭവപ്പെട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.